Watch India's largest kids library only on Jio Hotstar. Download the app now. ഇന്ന് കാലാവസ്ഥ വളരെ നന്നായിട്ടുണ്ട്. വരൂ, ഇതൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ പോയി നല്ലോണം പൊതച്ചു മൂടി കിടക്കാം. ഈ ബോട്ടുപുരം വയറ് നിറച്ച് ആഹാരം കഴിച്ച് പോയി കിടന്നുറങ്ങാനല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. എടോ ജോണ്, വീട്ടിൽ പോയി കിടക്കാന്ന് പറയുന്നവർക്ക് സ്വന്തമായിട്ട് വീടുണ്ടാവും. നിന്റെ അടുത്ത് എന്താ ഉള്ളത്? വെറും ഒരു വാൻ. അതിൽ നിനക്ക് നേരാവണ്ണം ഉറങ്ങാൻ പോലും പറ്റില്ല. മോട്ടു അവനെ വെറുതെ കളിയാക്കണ്ട, വിട്ടേക്ക്. ഈ ലോകം മുഴുവനും അവന്റെ വീട് തന്നെയാ. ചില സമയത്ത് ഈ മരത്തിന്റെ താഴെ, ചില സമയത്ത് ആ മരത്തിന്റെ താഴെ. നീ പറഞ്ഞത് ശരിയാ ചങ്കേ, ഇവൻ ശരിക്കും ഒരു നാടോടിയാ. ശരിക്കും പറഞ്ഞ ഇവന്റെ പേര് ജോൺ നാടോടി എന്നായിരുന്നു വെക്കേണ്ടത്. നിങ്ങളൊക്കെ എന്നെ കളിയാക്കി ചിരിക്കണല്ലേ? എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാം. ഒരിക്കൽ ഞാനും ചിരിക്കും, അപ്പോ നിങ്ങൾ കരയുമായിരിക്കും. അതിനൊരു വലിയ താമസമൊന്നുമില്ല. അതെ, ഞങ്ങളും ആ ദിവസത്തിന് വേണ്ടി തന്നെ കാത്തിരിക്കുന്നത് ജോൺ. എന്തിനാണ് കുടവേറുമായിട്ട് എന്റെ പുറകെ എങ്ങനെ നടക്കുന്നത്? സാർ എത്തിയോ? താങ്ക് യു. ഈ ചെറിയ പെട്ടിയുടെ വില ഇത്രക്കൊക്കെ കൂടുതലോ? ബാഗ് നിറച്ച പൈസയാണോ? ഇത് പേന അല്ല, ഷ്രിങ്കിങ് മെഷീനാണ്. ഇതുകൊണ്ട് ഞാൻ ബോട്ടുപുരെ പത്രങ്ങളെ കുള്ളന്മാരാക്കി മാറ്റും. എന്നിട്ട് ഞാൻ എന്റെ പോക്കറ്റിലിട്ട് നാട് ചുറ്റും. ഇല്ല, ഒരിക്കലും നടക്കില്ല. കാരണം ഈ മെഷീൻ ജീവനില്ലാത്ത വസ്തുക്കളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കെ ഓക്കെ, പക്ഷേ ബോട്ടുപുരെ പത്രങ്ങളെ വീട് ചെറുതാക്കി അവന്മാരെ അവിടുന്ന് പുറത്താക്കാൻ പറ്റുമല്ലോ. നീ എന്നെ കളിയാക്കി വല്ലടാ ബോട്ടു. ഇനി നീയൊക്കെ എവിടെ കിടന്നിറങ്ങുമെന്ന് ഞാനൊന്ന് കാണട്ടടാ. ജുംബനക്ക ജുംബനക്ക ജുംബന ജുംബാലേ. ചായക്കടക്കാര, ഈ ജോണാ എനിക്ക് ഡോൺ. ജോൺ തന്നെ എനിക്ക് ഡോൺ. അതെ പത്തുലു, നമ്മുടെ വീട് എവിടെ പോയി? നമ്മുടെ വീട് എവിടെ പോയി? എവിടേക്കാ പോയ നമ്മുടെ വീട്? എടോ ഡോഗീസ്, നിങ്ങൾ ഇവിടെ എന്തെടുക്കുവാ? പൊയ്ക്കോ ഇവിടുന്ന്. ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. വേഗത്തിൽ പറഞ്ഞോ, ഞങ്ങളുടെ വീട് എവിടെ പോയി? ഞങ്ങളുടെ പുറത്ത് മോഷണക്കുറ്റം ചാർത്തുകയാണോ? വരൂ കൂട്ടുകാരെ, ഇവന്മാരെ നമുക്കൊന്ന് സൽക്കരിക്കാം. ചേട്ടാ വിടൂ, ഞങ്ങളെ വിടൂ. അറിയാതെ ഒന്ന് ചോദിച്ചു പോയതാ. അതിന് ഇത്രയും ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ? പ്ലീസ് പത്തുലു, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഡോക്ടർ ജഡ്കയുടെ അടുത്ത് പോയിട്ട് ഒരു 14 ഇഞ്ചക്ഷൻ വെക്കാം. എന്നിട്ട് ചിങ്കം സാറിന്റെ അടുത്തേക്ക് പോകാം. എന്നിട്ട് റിപ്പോർട്ട് കൊടുക്കാം. ഓ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഒരു വലിയ സംഭവം നടന്നു. എന്റെ വീട് കാണാനില്ല. എന്റെ വീടും കാണാതെയായി പോയി. ഇങ്ങനെ അപ്രത്യക്ഷമാവുന്നത് ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഡോക്ടർ ജഡ്ക. ഓയ് മോട്ടു, എന്റെ ചങ്ക, ഇതൊക്കെ കാണുമ്പോ എനിക്ക് സന്തോഷം തോന്നുന്നത്. കാരണം ഞങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ട് കാണുമ്പോ നിനക്ക് വിഷമം തോന്നുന്നുണ്ടല്ലോ, കരയുകയും ചെയ്യുന്നു. അതെ, ഞാൻ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുമല്ല. ഞങ്ങളുടെ വീട് പെട്ടെന്ന് കാണാതായി പോയി. നോക്കൂ.
എന്റെ അമ്മോ കോൺസ്റ്റബിൾസ്, നമ്മൾ ശരിക്കുള്ള സ്ഥലത്തല്ലേ വന്നിരിക്കുന്നത്? സാറേ, അഡ്രസ് ശരിയാണ്, പക്ഷേ സ്ഥലം ശരിയല്ല. കാരണം ഇത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ അല്ല. എന്റെ അമ്മോ പാൽക്കാരൻ ചേട്ടാ, ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഈ പശുവിന്റെ തൊഴുത്ത് എവിടുന്നാ വന്നത്? ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ എങ്ങോട്ട് പോയി? അതെല്ലാം നമ്മക്കൊന്നും അറിഞ്ഞുകൂടാ സാറേ. മുമ്പ് ഇവിടെ വിജനമായൊരു ഭൂമി കണ്ടു, അവിടെ പശുവിനെ കെട്ടി കറക്കാൻ തുടങ്ങി. പാല് വേണമെങ്കിൽ പറ, എത്ര ലിറ്റർ വേണം? എന്റെ അമ്മോ, പാലല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനാണ്. അത് നിങ്ങള് വേറെ എവിടെങ്കിൽ പോയി കാരാ. ഓരോന്നൊക്കെ ഇറങ്ങി വന്നോളൂ. ചിങ്കം സാറേ, ഞങ്ങളുടെ വീട് കാണുന്നില്ല. അതെ, അതുപോലെ എന്റെ ലാഭം കാണാതായി. അപ്പൊ എന്റെ കാര്യോ, എന്റെ കട തന്നെ ഇല്ലാതായില്ലേ? ആരും മിണ്ടല്ലേ, മിണ്ടിപ്പോകരുത്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, എന്റെ പോലീസ് സ്റ്റേഷനും കാണാതെ പോയി. ഞാൻ എവിടെ പോയി റിപ്പോർട്ട് കൊടുക്കും? ചെല്ലു, ആദ്യം നമ്മുടെ പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ, എന്നിട്ട് ഞാൻ റിപ്പോർട്ട് വാങ്ങിച്ചോളാം. ഇത് പ്രശ്നമാണല്ലോ സാറേ. തീർച്ചയായും ആരോ ഇതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ബോസ് ഗൃഹപ്രവേശത്തിന് നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കയാ. ഗൃഹപ്രവേശോ? ജോൺ എന്താ അപ്പോഴത്തേക്ക് വീട് കിട്ടിയോ? ആ അതെ, ഇന്ന് വൈകുന്നേരം പാർട്ടിയാ. തീർച്ചയായും വരണേ, മറക്കരുത്, തീർച്ചയായും വരണം. വരൂ വരൂ, കടന്നു വരൂ. എന്റെ ഗൃഹപ്രവേശനത്തിന് നിങ്ങൾ എല്ലാവരും വന്നവരിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. അല്ല, അത് നമ്മുടെ വീടാണല്ലോ. എന്റെ അമ്മോ, അത് എന്റെ പോലീസ് സ്റ്റേഷനാണല്ലോ. അതെന്റെ ലാഭമാണല്ലോ. ഇതെന്റെ വീടാണ്. ദേ എന്റെ ചായക്കട. ഇതല്ല, ഞാൻ പുതുതായി പണിതതാ. എന്റെ വീടിന് നിങ്ങളുടെ എല്ലാം വീടിന്റെ ഡിസൈൻ കൊടുത്തു, അത്രേ ഉള്ളൂ. ഇവരൊക്കെ വീടും എന്റെ പോലീസ് സ്റ്റേഷൻ അടിച്ചു മാറ്റിയ കുറ്റത്തിന് നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ജോൺ, അതിനാർക്കെങ്കിലും മറ്റൊരാളുടെ വീട് അടിച്ചു മാറ്റാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇത് സാറിന്റെ വീടാണെങ്കിൽ എടുത്തോണ്ട് പോയിക്കോ, എനിക്ക് ഒരു പരാതിയില്ല. പക്ഷെ ഇത് എങ്ങനെ കൊണ്ടുവന്നത്? ഒരാൾക്ക് മറ്റൊരാളുടെ വീട് എങ്ങനെ എടുത്തുകൊണ്ടു പോകാൻ കഴിയാ? അതല്ലേടാ ഞാൻ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നേ. നിങ്ങളുടെയൊക്കെ വർത്താനം കേട്ട തോന്നുന്നു ഞാനത് പൊക്കിക്കൊണ്ട് വന്നതാണെന്ന്. കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് പണിയിപ്പിച്ചതാ. നിങ്ങളുടെ വീടിന്റെ ഡിസൈൻ പോലെ ആയെന്ന് മാത്രം. ഇപ്പൊ എന്റെ കയ്യിൽ വണ്ടിയുണ്ട്, ബംഗ്ലാവുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്ത് മാങ്ങയാ ഉള്ളത്? എനിക്കിപ്പോ വിശക്കുന്നു. എന്റെ പത്തലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ചെയ്യൂ. പത്തലുവിനെ കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ജോൺ ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങളെല്ലാവരുടെയും പേരും മാറ്റണമല്ലോ ഇനി. മോട്ടു നാടോടി, പത്രു നാടോടി, ചിങ്കം നാടോടി. ഐഡിയ. അതെ പത്തലു, പാർട്ടിക്ക് വന്നാ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. കാരണം വല്ലാണ്ട് വിശക്കുന്നു എനിക്ക്. മിണ്ടാതിരിക്കേ, ഇവിടെ എല്ലാവരുടെ വീട് കാണാതെ പോയിരിക്കുക. അപ്പോഴാ നിന്റെ ഒരു വിശപ്പ്. മിണ്ടാതിരുന്നോ നീ അവിടെ? ലവന്മാർ എന്നെ നോക്കി നാടോടി എന്ന് പറഞ്ഞല്ലേ എന്റെ ഒരുപാട് കാലത്തെ സ്വപ്നം ഇപ്പൊ പോവണിഞ്ഞത്. ഈ ഊരുതണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്തുണ്ടെന്നല്ലേ അവന്മാര് ചോദിച്ചത്. എന്റെ ജോണേ, ഡോക്ടർ ജഡ്കെ കണ്ടിട്ട് ഒരു ഗാഡ്ജറ്റ് ഉണ്ടാക്ക്. അദ്ദേഹത്തിന്റെ വീടും കാണാതായിരിക്കുന്നത്രേ. സ്പെഷ്യൽ റാഡർ എടുത്ത് പറക്കും കാറിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. അവിടുന്ന് ഗാഡ്ജറ്റിലൂടെ സ്ഥലം കണ്ടെത്താൻ കഴിയുമത്രേ. ശരി ശരി, ഞാൻ പോവുക. ഇനി എനിക്ക് എന്റെ കട തിരിച്ചു കിട്ടുമല്ലോ. അതേതായാലും നന്നായി. മോട്ടുവിനെയും പത്തലുവിനെയും കൊണ്ട് എന്റെ ഗാഡ്ജറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അവര് ജീവനോട് ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കൂ. ഇത് നിങ്ങളുടെ അവസാനത്തെ യാത്രയാ. അങ്ങോട്ട് നോക്ക്, ആ ജോൺ ഒരു പേന കയ്യിൽ വെച്ച് ഇങ്ങോട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായും അതൊരു ഗാഡ്ജറ്റ്സ് ആണ്. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്തു സുഖമല്ലേ. നമ്മൾ കാറ്റിക്കൂടെ പറന്നു പോകുന്ന പോലെയുണ്ട്. പിടിവിട്ട് വരുന്നുണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഗാഡ്ജറ്റ്സ്.
നിങ്ങള് ജോണിന് വേണ്ടതൊക്കെ കൊടുക്ക്. അതിനുള്ളിൽ ഞാൻ പോയി എല്ലാം ശരിയാക്കിയിട്ട് വരാം. എടോ കള്ള, നീ ഞങ്ങളുടെ വീട് മോഷ്ടിച്ചു അല്ലടോ? നിങ്ങളുടെ വീട് കിട്ടിയില്ല, പിന്നെ എന്തിനെങ്ങനെ അടിക്കുന്നത്? വേണ്ട, എന്റെ അസ്ഥാനത്ത് അടിക്കരുത്. എന്റെ വെറുതെ വിട്. അമ്മോ, എന്റെ മുന്നിൽ വെച്ച് തന്നെ തല്ലുന്നു. നിയമത്തിനെ കയ്യിലെടുക്കുന്നത് കുറ്റമാണ്, പറഞ്ഞേക്കാം. അതുകൊണ്ട് നിർത്തൂ. താങ്ക് യു വെരി മച്ച് സാറേ. ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് സറണ്ടർ ആയിക്കോളാമേ. ജയിലിന്റെ അടി തുറന്ന് വെക്കടാ, ഞാൻ വന്ന് കേറട്ടെ. ഇതാണ് ചിങ്കം സാറേ നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ. ഇത് നിങ്ങളുടെ ചായക്കട. ഡോക്ടർ ജഡ്ക, ഇത് നിങ്ങളുടെ ലാബാണ്. ഇത് ഗസീറ്റ റാമിന്റെ വീട്. മോട്ടു, ഇതാണ് നമ്മുടെ വീട്. വരൂ, നമുക്ക് ഇത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കാന്നേ. Watch India's largest kids library only on Jio Hotstar. Download the app now.